മിനി കാപ്പനെ മുൻനിർത്തി വീണ്ടും കേരള VC മോഹനൻ കുന്നുമേൽ ഓഗസ്റ്റ് 14-ന് അക്കാദമിക് കൗൺസിൽ വിളിക്കാൻ രജിസ്ട്രാർ ഇൻചാർജ് നോട്ടീസ് നൽകി. സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന ആവശ്യം അവഗണിച്ചാണ് VCയുടെ നീക്കം. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്തും ചേരുകയാണ്. ഷീജ, വീണ്ടും കേരള സർവകലാശാലയിൽ ചട്ടവിരുദ്ധ നടപടികൾ തുടരുകയാണ് VC. ഇപ്പോൾ അക്കാദമിക് കൗൺസിൽ വിളിക്കാൻ രജിസ്ട്രാർ ഇൻചാർജ് നോട്ടീസ് നൽകിയിരിക്കുകയാണല്ലോ. ഈ നോട്ടീസിന് എത്രമാത്രം നിയമസാധുതയുണ്ട്? അത് നിലനിൽക്കുന്നതാണോ? വിഷയത്തിൽ സിൻഡിക്കേറ്റ് എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? മനു, തീർച്ചയായും ഇവിടെ ഇപ്പോൾ കേരള സർവകലാശാലയിൽ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്ന് പറയുന്നത് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള മിനി കാപ്പനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 14-ന് അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള മിനി കാപ്പൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. അത് അവരുടെ ഭാഗത്ത് നിന്ന്, അതായത് രജിസ്ട്രാർ ഇൻചാർജ് എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള ആദ്യ ഉത്തരവ് കൂടിയാണിത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനുള്ള സാധുത എത്രത്തോളമാണ് എന്നുള്ളത് തന്നെയാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. ഏതായാലും ഇതിൽ കടുത്ത അമർഷത്തിൽ തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, പ്രത്യേകിച്ചും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഒരു സർവകലാശാലയ്ക്ക് ആ സർവകലാശാലയുടെ രജിസ്ട്രാർ ആയി ഒരു വ്യക്തിയുള്ളപ്പോൾ ഡോക്ടർ KS അനിൽകുമാർ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇൻചാർജായി നിയമിച്ചിട്ടുള്ള മറ്റൊരു ഇൻചാർജ് രജിസ്ട്രാറെ കൊണ്ട് ഒരു ഉത്തരവിറക്കുന്നു. അതും അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതിനകം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പലതവണയായി VCയോട് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണം, ഈ നിലവിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം സമഗ്രമായ രീതിയിൽ സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ VC തള്ളുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ ആ ഒരു ആവശ്യം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ VC ഇപ്പോൾ രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള മിനി കാപ്പനെ ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റു കരുനീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നത്. മനു, ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.